പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഞാനിപ്പോൾ ഒരു ടോക്കുമായിട്ട് വന്നിരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ടീനേജേഴ്സിനോട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. അവർ ജീവിതത്തിൻ്റെ ഏറ്റവും നല്ല നിമിഷത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്നറിയാതെ അവരുടെ പഠിത്തം അവരിലേക്ക് മാത്രം ഒതുങ്ങിക്കൊണ്ട് ഇൻസ്റ്റയിലും അതിൻ്റെ ഉള്ളിലെ റീൽസിലും മാത്രം ജീവിക്കുന്ന കുറച്ച് പേരുണ്ട്. അവരോടൊരു കാര്യം ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. കാരണം ജീവിതത്തിൽ അത്ര സങ്കടം തോന്നിയ നിമിഷങ്ങളിലൂടെ കടന്നു പോകുന്നത് കൊണ്ട് മാത്രം. എനിക്കും മകളുണ്ട്, എനിക്കും ഒരു മകനുണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ വയസ്സുകളുടെ കുറച്ച് വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. ഞാൻ എൻ്റെ മക്കളെ സ്നേഹിക്കുന്നത് പോലെ തന്നെ നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളെയും സ്നേഹിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ മക്കൾക്ക് നല്ല മുറി ഒരുക്കി കൊടുക്കുന്നുണ്ട്. അതുപോലെ നിങ്ങളുടെ മാതാപിതാക്കളും നിങ്ങൾക്ക് നല്ല ഒരു മുറി ഒരുക്കി തന്നിട്ടുണ്ടാവും. അവരുടെ ഇല്ലായ്മകൾ നിങ്ങൾ അറിയുന്നുണ്ടാവില്ല. പക്ഷേ അവർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രം ജീവിക്കുന്നവരാണെന്ന് നിങ്ങൾ മറന്നു പോകുന്നുണ്ട്. നിങ്ങളുടെ കൂട്ടുകാർക്കുള്ള ഒരു ഷൂ അതുപോലൊരെണ്ണം നിങ്ങൾക്ക് മേടിച്ചു തരാൻ വേണ്ടിയിട്ട് അവർ ശരിക്കും കഷ്ടപ്പെടുന്നുണ്ട്. ഇതൊന്നും നിങ്ങളെ അവർ അറിയിക്കുന്നുണ്ടാവില്ല. പക്ഷേ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, നിങ്ങൾ എത്രത്തോളം വളർന്നു എന്ന് അവർ ചിലപ്പോൾ മനസ്സിലാക്കില്ല. കാരണം അവർക്ക് നിങ്ങളോടുള്ള വാത്സല്യത്തിൻ്റെ കൂടുതൽ കൊണ്ടാണ്. അതവരുടെ ഒരു കുറ്റമായിട്ട് കാണുന്നില്ല എങ്കിൽ തന്നെയും അവരത് ശ്രദ്ധിക്കേണ്ട കാര്യവുമാണ്. ഒരു ആൺകുട്ടി താമസിക്കുന്ന മുറിയിലേക്ക് ഒരു പെൺകുട്ടി കടന്നു ചെല്ലാൻ അത്ര സാധ്യമല്ല. പക്ഷേ ഒരു പെൺകുട്ടി താമസിക്കുന്ന മുറിയിലേക്ക് ഏതൊരു സമയത്തും ഒരു ആൺകുട്ടിക്ക് കടന്നു വരാനുള്ളൊരു മനസ്സിൻ്റെ ധൈര്യമുണ്ടാവും. അത് ആ പ്രായത്തിൻ്റേതും കൂടിയാണ്. പക്ഷേ ഒരിക്കലും അപ്പുറത്തെ മുറിയിൽ കിടന്നുറങ്ങുന്ന അമ്മയോ അച്ഛനോ അറിയുന്നുണ്ടാവില്ല എൻ്റെ മകൾ ഒരുത്തനെ വിളിച്ച് പെരയ്ക്കകത്ത് കയറ്റിയിട്ടുണ്ടെന്നും അവരതിനകത്ത് സന്തോഷത്തോടെ ഇരിക്കുകയാണെന്നും ഒരിക്കലും അവർ പ്രതീക്ഷിക്കുന്ന കാര്യമേ അല്ല. നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളിൽ അർപ്പിക്കുന്ന വിശ്വാസം നിങ്ങൾ ഒത്തിരി നഷ്ടപ്പെടുത്തിക്കൊണ്ടാണ് പുതിയ തലമുറകൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരെയും അല്ല ഈ പറയുന്നത്. നിങ്ങൾക്കറിയാം ആരെക്കുറിച്ചാണ് പറയുന്നതെന്ന്. നിങ്ങളുടെ ചില കൂട്ടുകാരെക്കുറിച്ചിട്ടാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. നിങ്ങൾ അവസാനം എല്ലാം കൈവിട്ടു പോയതിന് ശേഷം മാത്രം തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാണിക്കുന്നുണ്ടെന്ന് നിങ്ങളും വായിക്കുന്നുണ്ടാവും, അറിയുന്നുണ്ടാവും ഇല്ലേ? പക്ഷേ നിങ്ങൾ ഇനിയും ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങളുടെ ജീവിതം എത്രത്തോളം പ്രീഷ്യസ് ആണെന്ന് മനസ്സിലാക്കണം. മറ്റൊരാളുടെ കയ്യിലെ കളിപ്പാട്ടമല്ല ഞാനെന്ന് നിങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ ജീവിക്കണം. നിങ്ങളുടെ ജീവിതത്തിന് നിങ്ങളാണ് വിലയിടേണ്ടത്. ദയവ് ചെയ്ത് മറ്റൊരു മനുഷ്യൻ്റെയും ജീവിതം നശിപ്പിക്കാൻ, മറ്റൊരാളുടെയും ജീവിതത്തിൽ ശാപമാവാൻ നിങ്ങൾ പോകാതിരിക്കണം.